ഗ്രാഫിക്സ് ട്രീ. ഇന്ന് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിലെ മൊഡ്യൂൾ 2 കോർണർ റെസ്റ്റിംഗ് കണ്ടീഷനും എഡ്ജ് റെസ്റ്റിംഗ് കണ്ടീഷനും എങ്ങനെ വരയ്ക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് പെൻഡഗണിൻ്റെ റെസ്റ്റിംഗ് കണ്ടീഷൻ നോക്കാം. സോ എഡ്ജ് റെസ്റ്റിംഗ്, കോർണർ റെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിലും നമ്മളെല്ലാം റൈറ്റ് സൈഡിൽ വേണം എല്ലാം വരയ്ക്കാൻ. ആദ്യം നമുക്ക് പെൻഡഗണിൻ്റെ എഡ്ജ് റെസ്റ്റിങ്ങും കോർണർ റെസ്റ്റിംഗ് കണ്ടീഷൻസും നോക്കാം. സോ ജനറലി നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, വൺ ഓഫ് ദ ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ടു വി പി, അല്ലെങ്കിൽ വൺ ഓഫ് ദ എഡ്ജസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. സോ എഡ്ജസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ നമ്മുടെ എച്ച് പി, ഇതാണല്ലോ വി പി. സോ ഈ എഡ്ജ് എച്ച് പിക്ക് റെസ്റ്റായി ഇരിക്കുന്നു, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അല്ലെങ്കിൽ ഇതേ ഡ്രോയിങ് തന്നെ വരച്ചാൽ മതി. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, വൺ ഓഫ് ദ ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ടു വി പി. ഇത് കണ്ടോ, ഇതാണ് എഡ്ജ് പെൻഡഗണിൻ്റെ. ഇതിൻ്റെ എഡ്ജ് വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രിക്ക് നിൽക്കുന്നു. ജനറലായിട്ട് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനിയാണ് കോർണർ റെസ്റ്റിംഗ് കണ്ടീഷൻ. സോ ഈ കോർണർ റെസ്റ്റിംഗ് കണ്ടീഷനിൽ വൺ ഓഫ് ദ കോർണർ ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്നായിരിക്കും വരിക. സോ ഈ കോർണർ എച്ച് പിക്കാണല്ലോ റെസ്റ്റ് ആയിരിക്കുന്നത്, ഇങ്ങനെയായിരിക്കും വരയ്ക്കേണ്ടത്. സോ ഈ ക്വസ്റ്റ്യൻസിൽ കോർണർ, എഡ്ജ്, റെസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം റൈറ്റ് സൈഡിലേക്ക് വേണം വരയ്ക്കാൻ. കോർണറും റൈറ്റ് സൈഡിലേക്ക് വയ്ക്കണം, എഡ്ജും റൈറ്റ് സൈഡിലേക്ക് വയ്ക്കണം. ഒന്നും ഇവിടേക്ക് വരയ്ക്കരുത്. പൊതുവേ നമ്മൾ ഇങ്ങനെ വരയ്ക്കാറുള്ളത്. ചില കുട്ടികളൊക്കെ അങ്ങോട്ടും വരയ്ക്കും. ഏത് സൈഡിൽ വരച്ചാലും പ്രശ്നമില്ല. ജനറലി എല്ലാവരും ഇങ്ങനെയായിരിക്കും വരയ്ക്കുക. അടുത്ത കണ്ടീഷനാണ് ബേസ് എഡ്ജസ് പാരലൽ ടു വി പി. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതിലും സബ് ക്വസ്റ്റ്യനായി വരുന്നതാണ് ബേസ് ഈസ് നിയർ ടു വി പി ഓർ ഫാർ അവേ ഫ്രം ഒബ്സർവർ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, പെൻഡഗൺ ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് പാരലൽ ടു വി പി. സോ പാരലൽ ടു വി പി പറയുമ്പോൾ ഇതാണ് നമ്മുടെ വി പി, ഇതാണ് നമ്മുടെ എച്ച് പി. സോ ബേസ് എന്ന് പറഞ്ഞാൽ പെൻഡഗണിൻ്റെ ഒരു എഡ്ജ്. ഈ എഡ്ജ് പാരലൽ ടു വി പി, വി പിക്ക് പാരലലാണ്. അതേ രീതിയിൽ ഇത് നമ്മുടെ പാരലലാണ്. നമ്മളൊരു ഒബ്സർവറാണ്. ഒബ്സർവർ എപ്പോഴും ഇങ്ങനെ താഴെ നിന്നായിരിക്കും നോക്കുക എല്ലാത്തിനും. അങ്ങനെയാണ് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നത്. ഇങ്ങനെ സബ് ക്വസ്റ്റ്യനായി വരുന്നതാണ് പെൻഡഗൺ റെസ്റ്റിംഗ് ഓൺ ബേസ് പാരലൽ ടു വി പി ആൻഡ് ദ ബേസ് ഈസ് നിയറർ ടു വി പി. നിയറർ ടു വി പി പറഞ്ഞാൽ ഇതാണല്ലോ നമ്മുടെ വി പി. സോ ഈ ബേസ് എന്ന് പറയുന്നത്, ഈ പാരലായ ബേസ് വി പിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ ഫാർ അവേ ഫ്രം ഒബ്സർവർ. ഇതാണ് ഒബ്സർവർ. ഈ ഒബ്സർവറിൻ്റെ ദൂരത്തു നിന്നാണ് ഈ ബേസ് നിൽക്കുന്നത്. ഇതാണ് ഒരു കണ്ടീഷൻ. അടുത്ത കണ്ടീഷനാണ് ദ പെൻഡഗൺ ഈസ് റെസ്റ്റിംഗ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് പാരലൽ ടു വി പി. ഇപ്പോൾ ബേസ് പാരലാണ്, വി പിക്ക് പാരലാണ്. ഇങ്ങനെയാണ് ബേസ് നിൽക്കുന്നത്. ഇതിൽ സബ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഫാർ അവേ ഫ്രം വി പി. ഇതാണല്ലോ വി പി. വി പിയുടെ ഭയങ്കര ദൂരത്താണല്ലോ ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ വേറെ രീതിക്ക് വരുന്നതാണ് നിയറർ ടു ഒബ്സർവർ. ഇതാണല്ലോ നമ്മുടെ ഒബ്സർവർ എപ്പോഴും താഴെയാണല്ലോ. ഒബ്സർവറിൻ്റെ അടുത്താണ് ഈ പാരലൽ എഡ്ജ്. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യന് വരിക. സോ ഈ രണ്ട് കണ്ടീഷൻ മറക്കരുത്. ഇനി നമുക്ക് ട്രയാങ്കിളിൻ്റെ റെസ്റ്റിംഗ് കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ കോർണർ റെസ്റ്റിംഗ് കണ്ടീഷനാണ്. സോ ക്വസ്റ്റ്യൻ വരുന്നത് ട്രയാങ്കിൾ ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണേഴ്സ് ഓൺ എച്ച് പി. എച്ച് പിക്ക് കോർണർ റെസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. അതേ രീതിയിൽ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എഡ്ജ് റെസ്റ്റിംഗ് ആണ്. എഡ്ജ് റെസ്റ്റിംഗിൽ ദ എഡ്ജ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഇതാണ് നമ്മുടെ എച്ച് പി. എച്ച് പിയിൽ നമ്മുടെ എഡ്ജ് ഇങ്ങനെ റെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. അല്ലെങ്കിൽ ദ എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി. ഈ എഡ്ജ്, ഇതാണല്ലോ എഡ്ജ്. ഈ എഡ്ജ് വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രിയിലാണ്. ഇങ്ങനെയായിരിക്കും വരിക. ഇനി നമുക്ക് ഹെക്സഗണിൻ്റെ റെസ്റ്റിംഗ് കണ്ടീഷൻ നോക്കാം. പൊതുവേ ക്വസ്റ്റ്യൻ വരുന്നത് ഹെക്സഗൺ ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഇങ്ങനെ ഏതെങ്കിലും ഒരു കോർണർ എച്ച് പിക്ക് റെസ്റ്റ് ആവണം. ഇതാണ് നമ്മുടെ എച്ച് പി, ഇതിൻ്റെ കോർണർ റെസ്റ്റിംഗ്. സോ ഇതിൽ രണ്ട് കോർണറും ഒരവിടെ തന്നെയൊക്കെ റെസ്റ്റ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ദ ടു കോർണേഴ്സ് ആർ റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്നും വരാം. ഇനി ദ ബേസ് എഡ്ജ് പാരലൽ ടു വി പി. വി പിക്ക് പാരലായി എഡ്ജ് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ടു ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി എന്നും പറയാം. സോ ഇതാണ് രണ്ട് ബേസ് എഡ്ജ്. ഈ രണ്ട് ബേസ് എഡ്ജും പാരലൽ ടു വി പി ആണ് എന്ന് കാണിക്കാനാണ് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നത്. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ഇതേ രീതിക്ക് വരണം ഹെക്സഗൺ വരയ്ക്കാൻ. ഇനി ദ ബേസ് എഡ്ജസ് ആർ പെർപെൻഡിക്കുലർ ടു വി പി എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വരിക. സോ ഇതുണ്ടല്ലോ, ഈ ബേസ് എഡ്ജ് വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്, ഇത് കാണിക്കണം ഇങ്ങനെ വരയ്ക്കുന്നത്. അല്ലെങ്കിൽ എഡ്ജ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഈ എഡ്ജ് എച്ച് പിക്ക് റെസ്റ്റ് ആയിട്ട് ഇരിക്കുന്നു എന്ന് കാണിക്കാൻ. സോ ഇത് എഡ്ജ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി, ഇത് എഡ്ജ് ഈസ് പാരലൽ ടു വി പി. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ പാരലൽ ലൈൻസ്. പാരലൽ ടു വി പി, ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഇനിയാണ് സ്ക്വയർ റെസ്റ്റിംഗ് കണ്ടീഷൻ നമുക്ക് നോക്കാം. സ്ക്വയറിന് 4 സൈഡും സെയിം ലെങ്ത് ആയിരിക്കുമല്ലോ. സോ ബേസ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി. വി പിക്ക് പെർപെൻഡിക്കുലർ ആണ് ബേസ് എന്ന് പറഞ്ഞാലും പാരലൽ ടു വി പി എന്ന് പറഞ്ഞാലും സെയിം ആയിട്ട് നമുക്ക് വരച്ചാൽ മതി. അടുത്തതാണ് കോർണർ റെസ്റ്റിംഗ് കണ്ടീഷൻ, അല്ലെങ്കിൽ ഈക്വലി ഇൻക്ലൈൻ ടു വി പി. ഈക്വലി ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ
നമ്മൾ വരച്ചിരിക്കുന്ന ഈ ആംഗിൾ രണ്ടും 45 ഡിഗ്രിയിലായിരിക്കും ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ടാവുക. സോ 45 ഡിഗ്രിക്ക് ഒരു ആംഗിൾ വരച്ച് നമ്മൾ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്താൽ മതി. സോ ഈ ഒരു കണ്ടീഷന് കോർണർ റെസ്റ്റിംഗ് ഓൺ HP എന്നും പറയും. അതേ രീതിയിൽ ഈക്വലി ഇൻക്ലൈൻ ടു VP എന്നും പറയും. അടുത്തത്, ദ ബേസ് ഇസ് ഇൻക്ലൈൻ ടു ആൻ ആംഗിൾ ടു VP. ഒരു ആംഗിൾ തരും, ചിലപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആയിരിക്കാം, 40 ഡിഗ്രി ആയിരിക്കാം, ഏത് ആംഗിൾ വേണമെങ്കിൽ തരും. ആ ആംഗിളിൽ ഈ ബേസ് റെസ്റ്റ് ചെയ്യണോ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. സോ ഇതിൽ ഇൻക്ലൈൻ ടു VP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു ആംഗിൾ VPക്ക് ഇൻക്ലൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളത് HPയിലാണ് വരയ്ക്കുന്നത്. ഇതാണോ നമ്മുടെ HP, ഇതല്ലേ VP. സോ ഈ ആംഗിൾ ഇൻക്ലൈൻ ടു VP എന്ന് പറയുമ്പോൾ ഏത് ആംഗിളാണോ തന്നിരിക്കുന്നത് ആ ആംഗിൾ വരച്ചിട്ട് സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുക.